അയോധ്യ രാമക്ഷേത്രത്തിലെ സംഘപരിവാർ കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ആഭ്യന്തര സെക്രട്ടറി എസ് ലക്ഷ്മി നാരായണൻ സംഭാവന ചെയ്ത 5 കോടി വിലമതിപ്പുള്ള രാമചരിതമാനസവും കാണാതായി. അതേസമയം ക്ഷേത്ര ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള കൊള്ളയാണ് അവിടെ നടന്നതെന്നാണ് ഓരോ ദിവസത്തെ വിവരങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് ഈ ക്ഷേത്ര നിർമ്മാണ സമയത്ത് ഭൂമി വാങ്ങിയതിലടക്കം വലിയ കൊള്ള നടന്നിട്ടുണ്ട്. 40% കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. അവിടെ കിട്ടിയ സംഭാവനകൾ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി എല്ലാം അവിടെ ദിവസം പ്രതി കടത്തുകയായിരുന്നു എന്നാണ്. നേതൃത്വം നൽകിയതെല്ലാം RSSന്റെ നേതൃത്വം, RSSന്റെ നേതാക്കൾ. അവിടെ RSSന്റെയോ സംഘപരിവാറിൻ്റെയോ വ്യക്തികളല്ലാത്ത, അതിൻ്റെ പ്രവർത്തകരല്ലാത്ത ഒരാൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഇടമാണ് അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി, വിശകലനങ്ങളുമായി ഫെമിന ചേരുന്നുണ്ട്. ഫെമിന, ഓരോ ദിവസവും വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടി, അവർക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി BJP, അവരുടെ സംഘപരിവാർ സംഘടനകൾ, RSS ആയാലും മറ്റ് വിശ്വഹിന്ദു പരിഷത്തായാലും ആ സംഘടനകളിലെ എല്ലാം ആളുകൾ നേതൃത്വം നൽകുന്ന ഈ അയോധ്യ ക്ഷേത്രത്തിലാണ് ഇത്തരം കൊള്ള നടന്നത്. അവിടെ കിട്ടിയ സംഭാവനകൾ, വരുന്ന വിവരങ്ങളനുസരിച്ച് 10,000 കോടിക്കടുത്ത് രൂപയുടെ വെട്ടിപ്പ്, കൊള്ള അവിടെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അന്വേഷണം എന്ന് പറയുന്നത് പോലും ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണല്ലോ. അന്വേഷണം എത്തിച്ചേരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടിയാണെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അത് തീർച്ചയായും ശതകോടികളുടെ വലിയൊരു സാമ്പത്തിക കൊള്ളയാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് വലിയ വിമർശനമായി ഉയരുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായ്, വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് ചമ്പത് റായ്, അതുപോലെ തന്നെ അനിൽ മിശ്ര, ഇവർ രണ്ടുപേരെയും പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ അറസ്റ്റ് ചെയ്ത 8 പ്രതികളും ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ്. ചമ്പത് റായിയുടെ അനുയായിയായിട്ടുള്ള ഏറ്റവും അടുത്ത അനുയായിയും ഡ്രൈവറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരിലേക്ക് അന്വേഷണം നീളാത്തത് എന്നതാണ് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും പോലീസ് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല, FIR രജിസ്റ്റർ ചെയ്യുന്നില്ല, ഇവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നില്ല. ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉയരുന്നത്. അതിനിടെയാണ് മുൻ ആഭ്യന്തര സെക്രട്ടറി ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്ത 5 കോടി രൂപയുടെ വിലമതിപ്പുള്ള രാമചരിതമാനസം കാണാനില്ല എന്ന ഒരു പരാതി ഉയർന്നത്. 2024 ഏപ്രിലിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിന് സംഭാവനയായിട്ട് നൽകിയതാണ്. എന്നാൽ കുറച്ചു ദിവസം പ്രദർശിപ്പിച്ചെങ്കിലും പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതിനെതിരെ ക്ഷേത്രം ജനറൽ സെക്രട്ടറി ചമ്പത് റായിക്ക് പരാതി നൽകിയെങ്കിൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയോ വിശദീകരണമോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു രസീറ്റ് ലഭിച്ചില്ല എന്നുമാണ് ഇന്ത്യയുടെ മുൻ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പരാതി എന്ന് പറയുന്നത്. ഇതിലൂടെ സാധാരണക്കാർ മുതൽ IAS ഉദ്യോഗസ്ഥർ വരെയുള്ള ഒരുപാട് പേരുടെ പണമാണ്, അല്ലെങ്കിൽ അവർ സംഭാവനയായിട്ട് ക്ഷേത്രത്തിന് നൽകിയതാണ് ഇത്തരം ഈ ഒരു കൊള്ളയിലൂടെ അപഹരിക്കപ്പെട്ടത് എന്നതാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്ന തെളിവുകളിലൂടെ മനസ്സിലാകുന്നത്. ഓരോ ദിവസം ദിനം പ്രതി 6 ലക്ഷം മുതൽ 8 ലക്ഷം രൂപയുടെ വരെ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലിലൂടെ വെളിപ്പെടുന്നത്. ഇപ്പോൾ ഈ അയോധ്യ ഈ സംഭാവന കൊള്ള പുറത്തു വന്നതിന് പിന്നാലെ ക്ഷേത്രത്തിലേക്ക് സംഭാവനയായിട്ട് ലഭിക്കുന്ന പണം കൂടിയതായിട്ട് 24 ലക്ഷം വരെയ്ക്ക് ദിവസവും സംഭാവന ലഭിക്കുന്നത് കൂടിയതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് മുൻകാലങ്ങളിൽ വളരെ കുറഞ്ഞ തുക മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക കൊള്ളയാണ് ഈ രാമക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. ഈ രാമൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് വലിയൊരു സാമ്പത്തിക കൊള്ളയാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നത്. എന്നാൽ ഈ SITയുടെ അന്വേഷണം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഈ സംഘപരിവാർ പ്രവർത്തകരിലേക്ക് ഒതുങ്ങുന്നതാണ്. ഉന്നതരായിട്ടുള്ള വിശ്വഹിന്ദു പരിഷത്തിന്റെയും RSSന്റെയും ഒക്കെ നേതാക്കളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ സമയം തന്നെയാണ് ജോൺ ബ്രിട്ടാസ് MP ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഈ ക്ഷേത്ര ട്രസ്റ്റിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്. ഈവനിംഗ് ഡിബേറ്റിൽ അയോധ്യയിലെ സംഘപരിവാറിന്റെ ക്ഷേത്രക്കൊള്ള സംബന്ധിച്ച കൂടുതൽ വിശകലനങ്ങൾ നൽകിയത്.